ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. നല്ലൊരു മസാല തയ്യാറാക്കി എടുത്തിട്ടാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മസാല റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 3 ഏലക്കയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 ഗ്രാമ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകും ഒരു തക്കോലം കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 6 കശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 6 സാദാ വറ്റൽ മുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് നല്ലോണം ഒന്ന് ചൂടായിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഒരുപാട് ഇങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഞാനിവിടെ നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ചൂടാറിന് ശേഷം പിന്നെ നമുക്ക് മിക്സിയിലെ ചെറിയൊരു ജാറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ച് കൂടെ എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മസാല അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എന്നാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്താലാണ്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകമല്ല, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള 3 സവാള നന്നായിട്ട് ഇങ്ങനെ കനം കുറച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാള ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാള ഒക്കെ നല്ലോണമൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നത് വരയ്ക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു സവാള ഒക്കെ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മാത്രമാണ് ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3/4 കിലോ അളവിലാണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ എടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ള ഒരു മസാല പൊടി ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു പൊടി മുഴുവനായിട്ട് തന്നെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ട് ഒരു തുള്ളി പോലും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. പിന്നെ അത് അടച്ചു വെച്ച് വേവിച്ചെടുക്കരുത്. അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ വേണം ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയെടുക്കുക, മസാല ഒക്കെ പുരട്ടി വെച്ചിട്ട് എണ്ണയിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാറൊക്കെ അല്ലേ ചെയ്യുക. ഇത് അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം പിന്നെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് കുറച്ച് നേരം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്